ഗരുഡനേശം സൂര്യനായകനാവുന്ന സിനിമയാണല്ലോ വിടുതലൈ 2. സിനിമയുടെ റിലീസിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ ഇപ്പോഴത്തെ ദീപാവലി റിലീസായിട്ടാണ് ടീം പ്ലാൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അരൺമനൈ 4 എന്ന സിനിമയ്ക്ക് ശേഷം തമന്നയും സുന്ദർസിയും ഒന്നിക്കുന്ന ഒരു ഹൊറർ ഫിലിം വരുന്നു. സിനിമ നിർമ്മിക്കുന്നത് ഇപ്പോഴത്തെ സ്ക്രീൻ സീനായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കുഞ്ചാക്കോബൻ ചിത്രമായ ഗിർ എന്ന സിനിമയുടെ സെൻസറിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇപ്പോഴത്തെ ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സിനിമ പെരുന്നാൾ പ്രമാണിച്ച് ജൂൺ 14 റിലീസ് ചെയ്യുന്നത്. ചിയാൻ വിക്രം നായകനാവുന്ന ചിത്രമാണല്ലോ വീര ധീര സൂരൻ എന്ന സിനിമ. സിനിമയെക്കുറിച്ച് സംവിധായകൻ തന്നെ ഒരു അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 20% കംപ്ലീറ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ സംവിധായകൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമ ആക്ഷനും അതുപോലെ ഇമോഷൻസിനും ഡ്രാമക്കും പ്രാധാന്യമുള്ള ഒരു സിനിമയും കൂടിയാണ്. സർപ്പട്ടൈ പരമ്പര എന്ന സിനിമയ്ക്ക് ശേഷം ആരെയും പാരഞ്ജിത്തും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു. ഈ സിനിമയിൽ ആരെ വില്ലൻ വേഷത്തിലായി എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ നായകനായി എത്തുന്നത് അട്ടകത്തി ദിനേശും കൂടിയാണ്. സിനിമയുടെ ഷൂട്ടെല്ലാം അടുത്ത വർഷമായിരിക്കും ആരംഭിക്കുക. ഭീഷ്മയ്ക്ക് ശേഷം അമൽനിരത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബോഗൈൻ വില്ല എന്നാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി, ശ്രിന്ദ, ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയ്ക്ക് ലജോ ജോസാണ് കഥയെല്ലാം ഒരുക്കുന്നത്. ഈ സിനിമ ലജോ ജോസിൻ്റെ തന്നെ നോവലായ റൂത്തിൻ്റെ ലോകം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുഷിൻ മ്യൂസിക് ചെയ്യുന്ന ഈ സിനിമയുടെ റിലീസെല്ലാം ഒക്ടോബർ 0 റിലീസായിട്ടായിരിക്കും എത്തുക. കമൽഹാസനും പ്രഭാസും ഒന്നിക്കുന്ന സിനിമയാണല്ലോ കൽക്കിയേടി എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ കമൽഹാസന്റെ ഡബ്ബിംഗ് വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമ ജൂൺ അവസാനമാണ് റിലീസിനെത്തുന്നത്. കമൽഹാസൻ നായകനാവുന്ന ചിത്രമാണല്ലോ ഇന്ത്യൻ 2 എന്ന ചിത്രം. സിനിമയിൽ കാജലും ഉണ്ടാവുമെന്ന ഒരു വാർത്തകളെല്ലാം നേരത്തെ വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ 3ാം ഭാഗമായ ഇന്ത്യൻ 3യിലായിരിക്കും കാജലിന്റെ ഭാഗങ്ങളെല്ലാം വരിക. അതിലെ ഫ്ലാഷ് ബാക്ക് സീൻസിലായിരിക്കും കാജൽ അഗർവാൾ ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ധനുഷ് നായകനാവുന്ന ചിത്രമാണല്ലോ കുബേരൻ. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ഹൈദരാബാദിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയിലെ മേജർ ആക്ഷൻ സീക്വൻസുകളാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മാസത്തോളമായിരിക്കും ഈ സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂളെല്ലാം കംപ്ലീറ്റ് ആവുക. മമ്മൂട്ടി ഗൗതം മേനോൻ കോംബോയിൽ വരുന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നു. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ജൂൺ മാസം 15 അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിൽ നയൻതാരയാണ് നായികയായി എത്തുന്നത്. കാഞ്ചന സിനിമയുടെ 4ാം ഭാഗം വരുന്നു. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ഈ വർഷം സെപ്റ്റംബർ മാസമായിരിക്കും ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ലോറൻസ് തന്നെയാണ്. സിനിമയിൽ നിർമ്മിക്കുന്നത് ലോറൻസ് ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മോഹൻലാൽ ചിത്രം എമ്പുരാൻ സിനിമയുടെ അടുത്ത ഷെഡ്യൂളിന് ജൂൺ 10 ഗുജറാത്തിലായിരിക്കും ആരംഭിക്കുക. 40 ദിവസത്തോളം ഷെഡ്യൂളാണ് ഗുജറാത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങളാണ് ഇതിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ശിവകാർത്തികൻ എയർ മുരുകദാസ് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണല്ലോ SK23. സിനിമയിൽ ഇപ്പോൾ വിദ്യുട്ട് ചെമ്പാലും ജോയിൻ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. തുപ്പാക്കി എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഒരു എയർ മുരുകദാസ് സിനിമയിൽ ഇപ്പോൾ വിദ്യുട്ട് ജമ്പാലിൽ എത്തുന്നത്. എന്തായാലും ഈ സിനിമ ഒരു പക്ക ആക്ഷൻ ഫിലിമായിട്ടാണ് ഒരുങ്ങുന്നത്. നേരി എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ബേസിലാണ് ഈ സിനിമയിൽ നായകനായി എത്തുന്നത്. സിനിമ ഒരു കോമഡി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചിത്രവും കൂടിയാണ്. തമിഴിൽ നിന്ന് 2 വമ്പൻ ചിത്രങ്ങൾ ക്ലാഷ് റിലീസായി വരുന്നു. അജിത്തിന്റെ വിടാമുയർച്ചയും സൂര്യയുടെ കങ്കു എന്ന സിനിമയാണ് ഇപ്പോൾ ക്ലാഷ് റിലീസായി എത്തുന്നത്. ഈ 2 ചിത്രവും ഇപ്പോൾ ദീപാവലിക്കായിരിക്കും ക്ലാഷ് റിലീസായി എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കമൽഹാസൻ നായകനാവുന്ന ചിത്രമാണല്ലോ തഗ് ലൈഫ് എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ പോണ്ടിച്ചേരി എയർപോർട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സിനിമയുടെ പ്രീ ക്ലൈമാക്സ് ആക്ഷൻ രംഗങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ കമൽഹാസൻ, സിംബു, അശോക് സെൽവനും ജോയിൻ ചെയ്തതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഭദ്രൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നു. ഭദ്രൻ തന്നെ ഇപ്പോൾ ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ ഇപ്പോൾ ലവിനും ആക്ഷൻസിനും ഇമോഷൻസിനും പ്രാധാന്യമുള്ള ഒരു കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ആകുമെന്നാണ് ഇപ്പോൾ സംവിധായകൻ ഭദ്രൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സിനിമ ഈ വർഷം അവസാനമായിരിക്കും ആരംഭിക്കുക. അജിത്തിന്റെ ചിത്രമായ ഗുഡ് ബൈ ഡഗ്ലി എന്ന സിനിമയിൽ നെസ്ലിൻ ഉണ്ടാകുമെന്ന വാർത്തകളെല്ലാം നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ നെസ്ലിന്റെ റോൾ എന്തായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോൾ അജിത്തിന്റെ മകന്റെ റോളിലാണ് നെസ്ലിൻ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ ഹൈദരാബാദിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.